നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 112 പേരാണ് മരിച്ചത്. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 68 പേരെ കാണാതായി. വെള്ളിയാഴ്ച മുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ശനിയാഴ്ച 24 മണിക്കൂറിനിടെ 323 മില്ലിമീറ്റർ മഴയാണ് നേപ്പാളിൽ പെയ്തത്. 54 കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും ശക്തമായ മഴ പെയ്യുന്നത്. 3000ഓളം സുരക്ഷാ സേനാംഗങ്ങളെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ കാഠ്മണ്ഡുവിന് സമീപത്തെ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. സമീപത്തെ വീടുകൾ തകർന്നു. പ്രധാന നദിയായ ബാഗ്മതി അപകടകരമായ ജലനിരപ്പിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രളയത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇതിനകം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 26-ാം തീയതി മുതലാണ് കാഠ്മണ്ഡുവിന്റെ വിവിധയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാൻ തുടങ്ങിയത്. 100ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അപകട മേഖലകളിൽ താമസിക്കുന്നവർ സ്ഥലത്തു നിന്നും ഉടൻ മാറണമെന്നും കർശന നിർദ്ദേശമുണ്ട്. രാജ്യത്ത് വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നേപ്പാളിൽ മൺസൂൺ സാധാരണയായി ജൂൺ 13-ന് ആരംഭിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കും. എന്നാൽ ഇത്തവണ ഒക്ടോബർ അവസാനം വരെ മൺസൂൺ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. സാധാരണയായി രാജ്യത്ത് ശരാശരി 1472 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ 1586.3 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും അകപ്പെട്ട 1252 പേരെ പോലീസ് രക്ഷപ്പെടുത്തിയതായി നേപ്പാളി പോലീസ് വക്താവ് ഡാൻ ബഹദൂർ കർക്കി പറഞ്ഞു. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവുമായി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നവ ഉൾപ്പെടെ രാജ്യത്തെ മിക്ക ഹൈവേകളും ദുരന്തങ്ങൾ കാരണം തടസ്സപ്പെട്ടതായി പോലീസ് പ്രസ്താവനയിൽ പറയുന്നു. നേപ്പാളിൽ വെള്ളിയാഴ്ച മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ്. ഒന്നിലധികം നദികൾ കരകവിയാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനും അവർക്ക് ആശ്വാസം പകരാനും അധികാരികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേപ്പാളിലെ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ വക്താവ് ബസന്ത അധികാരി പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 20,000 പോലീസുകാരെ അണിനിരത്തിയതായി നേപ്പാളി സർക്കാരും അറിയിച്ചു. ശരാശരിയേക്കാൾ കൂടുതൽ മഴയാണ് ഇത്തവണ നേപ്പാളിൽ പെയ്തത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ മഴ ദക്ഷിണേന്ത്യയിലുടനീളം വ്യാപകമായി മരണവും നാശവും വരുത്താൻ ഇടയാക്കി. സമീപ വർഷങ്ങളിലും മാരകമായ വെള്ളപ്പൊക്കങ്ങളുടെയും മണ്ണിടിച്ചിലുകളുടെയും എണ്ണം വർദ്ധിച്ചു. അതേസമയം മൺസൂൺ സീസണിൽ പെയ്യുന്ന തീവ്ര മഴയുടെ ഭാഗമായി ജലനിരപ്പ് ഉയരുന്ന അവസ്ഥയാണ് പ്രളയം. എന്നാൽ കടുത്ത മഴയെ തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചുരുങ്ങിയത് 6 മണിക്കൂറിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് മിന്നൽ പ്രളയം. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് മിന്നൽ പ്രളയത്തിന് വഴിതെളിക്കും. മേഘവിസ്ഫോടനമാണ് ഇന്ത്യയിലെ മിന്നൽ പ്രളയത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലുമൊക്കെ മിന്നൽ പ്രളയത്തിലേക്ക് നയിക്കും. ഇതുകൂടാതെ ഹിമാലയൻ സംസ്ഥാനങ്ങളെയാണ് ബാധിക്കുന്നത്. ഹിമാനികൾ ഉരുകിയുണ്ടാകുന്ന ഹിമതടാകങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിമതടാകങ്ങളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഈ അവസ്ഥ കൂടുതൽ വഷളാക്കുന്നു. അസം സ്റ്റേറ്റ് ദുരന്ത നിവാരണ സമിതി നടത്തിയ പ്രോജക്റ്റിലെ കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയബാധിത രാജ്യമാണ് ഇന്ത്യ. വെള്ളപ്പൊക്കം മൂലമുള്ള ആഗോള മരണസംഖ്യയുടെ 5-1 ഇന്ത്യയിലാണ്. പ്രധാന നഗരങ്ങളായ ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ്. ഒറീസ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.